നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരികൃഷ്ണൻ, ഓർത്തോപെഡിക് സർജനാണ്. അപ്പോൾ എൻ്റെ കരിയറിലും എൻ്റെ ജീവിതത്തിലും എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് ഈ തിരുവോണ ദിനത്തിലും അധ്യാപക ദിനത്തിലും എന്നോട് കൂടെയുള്ളത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം സുപരിചിതമായ ലേൺ വിത്ത് ലളിത ടീച്ചർ എന്ന ചാനലിലെ ലളിത ടീച്ചർ ഒരു ടീച്ചർ മാത്രമല്ല, എനിക്ക് എൻ്റെ അമ്മ കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ആൻഡ് ഹാപ്പി ടീച്ചേഴ്സ് ഡേ. അപ്പോൾ ഇന്ന് അമ്മയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ അമ്മ ആക്റ്റീവായിട്ട് യൂട്യൂബിലെ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. 10ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ റിട്ടയർ ആയിട്ട് കുറച്ച് കാലമായി. അപ്പോൾ എന്താണ് അമ്മയ്ക്ക് ഇതിനുള്ള പ്രചോദനം? ഈ ക്ലാസ്സുകൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും യൂട്യൂബിൽ എടുക്കാൻ വേണ്ടി എന്താണ്? ആദ്യം എല്ലാവർക്കും ഓണാശംസകൾ. തിരുവോണത്തിൻ്റെ ദിനമായ ഇന്ന് തന്നെ അധ്യാപക ദിനം ആയി വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്മ നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, ഐശ്വര്യപൂർണമായ ഒരു വർഷം ആശംസിക്കുകയാണ്. ഈ ദിവസം തന്നെ അധ്യാപക ദിനം ആയി വന്നതിൽ അപൂർവമായിട്ടേ അങ്ങനെ വരാറുള്ളൂ. എൻ്റെ ഓർമ്മയിൽ അങ്ങനെ തിരുവോണ ദിനവും അധ്യാപക ദിനവും ഒരുമിച്ച് വന്നതായില്ല. ചോദിച്ച ചോദ്യം, അധ്യാപികയായി റിട്ടയർ ചെയ്ത് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അധ്യാപികയായി തുടരാൻ എന്താണ് പ്രചോദനം എന്നായിരുന്നു അല്ലേ? ഞാൻ 21-ൽ റിട്ടയർ ചെയ്തതാണ്. 4 വർഷമായി. ആദ്യത്തെ ഒരു വർഷം വേറെ ഒരു എൻഗേജ്മെൻറ്റും ഇല്ലാതെ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടേണ്ട ഒരവസ്ഥ വന്നപ്പോൾ നമ്മൾ മാനസികമായും ശാരീരികമായും ഒക്കെ വളരെ ക്ഷീണം അനുഭവപ്പെട്ടു. അപ്പോഴാണ് നമുക്ക് ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ. നമ്മൾ വീട്ടിലെ ജോലിക്ക് പോകുമ്പോൾ തിരക്കേറിയ ജോലിയിൽ ഉള്ള ദിവസങ്ങളിലും നമ്മൾ നേരത്തെ അത് പ്ലാൻ ചെയ്ത് പോകുമായിരുന്ന എനിക്ക്, പക്ഷേ ഈ സമയത്ത് വളരെയധികം ഒന്നും ചെയ്യാനില്ലാത്ത ഒരവസ്ഥയിൽ മനസ്സ് ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരവസ്ഥ പോലെ തോന്നി. അങ്ങനെ ആയപ്പോഴാണ് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആലോചന വന്നത്. പിന്നെ അടുത്ത 2 വർഷങ്ങളിൽ മകളുടെ കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവരെ പഠിപ്പിക്കുകയും അവർക്ക് കഥ പറഞ്ഞു കൊടുക്കുകയും അവരുടെ പിന്നാലെ നടക്കുകയും ചെയ്തപ്പോൾ ഒരു അധ്യാപിക എന്ന രീതിയിൽ തന്നെ, അമ്മമ്മ എന്ന രീതിയിൽ നിന്നും ഒരു അധ്യാപികയിലേക്ക് തന്നെ മാറാനായിട്ട് എനിക്ക് സാധിച്ചു. 3 വർഷങ്ങൾ കഴിഞ്ഞു പോയപ്പോഴാണ് വീണ്ടും അവർ ഇവിടെ ഇല്ലാതെ ആയപ്പോഴാണ് നമുക്ക് വീണ്ടും അങ്ങനെയുള്ള ഒരു വിഷമം അനുഭവപ്പെട്ടത്. അപ്പോഴാണ് എന്തുകൊണ്ട് ഈ ടെക്നോളജി ഇത്രയും വളർന്ന ഒരു സമയത്ത് എന്തുകൊണ്ട് ക്ലാസ് റൂം ടീച്ചിങ് അല്ലാതെ റിട്ടയർ ചെയ്യുക എന്നുള്ളത് പെർമനൻ്റായ ഒരു റിട്ടയർമെൻ്റ് ആക്കാതെ അത് നമുക്ക് അടുത്ത തലമുറയ്ക്ക് വഴിമാറി കൊടുക്കുന്ന ഒരു അവസരം മാത്രമാക്കിക്കൊണ്ട് നമുക്ക് ടെക്നോളജി ഉപയോഗിച്ച് ഓൺലൈൻ ക്ലാസ് എടുത്തുകൂടാ, നമ്മുടെ അറിവുകൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഒരു സർവീസ് എന്ന രീതിയിൽ ഉപയോഗിച്ചുകൂടാ എന്ന് ചിന്തിച്ചത്. അപ്പോഴാണ് എൻ്റെ പാഷനും അതുപോലെ എൻ്റെ പ്രൊഫഷനും കൂടിയായിരുന്ന ടീച്ചിങ്ങിലേക്ക് ഞാൻ തിരിച്ചു വന്നത്. വളരെയധികം സന്തോഷമാണ് ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്നത്. ശരീരത്തിൻ്റെ ക്ഷീണം ഒന്നും അവിടെ പ്രശ്നമാകുന്നില്ല. അപ്പോൾ മാനസികമായും ശാരീരികമായും നല്ല ഉന്മേഷം തോന്നുന്നത് കൊണ്ടാണ് വീണ്ടും ഞാൻ അധ്യാപക ജോലിയിലേക്ക് തിരിച്ചു വന്നത്. അതെ, എനിക്ക് ഓർമ്മയുണ്ട്. കോവിഡ് കാലഘട്ടത്തിന് ശേഷം വീട്ടിൽ തന്നെയായിരുന്നു അമ്മ കുറേ കാലം ഇങ്ങനെ വീട്ടിൽ മാത്രം ഇരുന്ന്. ഇപ്പോൾ അമ്മയെ കണ്ടറിയാം, ഇപ്പോൾ മെലിഞ്ഞിരിക്കുന്നുണ്ട്. അന്ന് ഇതിനേക്കാൾ ഒരു 10-15 കിലോ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതലേ ഞാൻ അമ്മോട് നടക്കാനൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു ഡിറ്റർമിനേഷൻ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് എത്രത്തോളം കാര്യമായി എടുത്ത് അത് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ സൈക്ലിംഗ് ആണെങ്കിലും എക്സസൈസുകളാണെങ്കിലും അമ്മ സ്ഥിരമായിട്ട് ചെയ്യുന്നത് അമ്മയുടെ ആ പേഷൻ മനസ്സിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ എന്നെക്കാളും കൂടുതൽ എൻ്റെ ചേച്ചിയായിരുന്നു, ഹർഷ, എൻ്റെ ചേച്ചി ഇപ്പോൾ ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. അപ്പോൾ ചേച്ചിയാണ് പറഞ്ഞത് അമ്മോട് ഇങ്ങനെ യൂട്യൂബിൽ ക്ലാസ് എടുത്താൽ കുറച്ചും കൂടി ഇൻട്രാക്റ്റീവായിട്ട് എടുക്കാൻ പറ്റുമെന്ന്. കുട്ടികൾക്ക് മാത്രമല്ല, യൂട്യൂബിൽ എടുത്താൽ കുറച്ചും കൂടെ പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അത് ശരിയാണ്. ഇപ്പോൾ അമ്മയ്ക്കൊരു വാട്സാപ്പ് ചാനൽ കൂടെ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ കൂടുതൽ ടീച്ചേഴ്സാണ് ഡൗട്ട് ചോദിക്കുന്നത്. കുട്ടികളും ചോദിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ഇപ്പോൾ യങ് ആയിട്ടുള്ള കുറേ ടീച്ചേഴ്സ് വരുന്നുണ്ട്. അവർ 8, 9, 10 ക്ലാസ്സുകളിൽ എടുക്കുമ്പോൾ അവരും ഒരുപാട് ഡൗട്ട്സൊക്കെ അമ്മോട് ചോദിച്ച് ക്ലിയർ ചെയ്യുന്നു. അമ്മ കൂടുതൽ ആക്റ്റീവ് ആവുന്ന കാണുന്നതിൽ സന്തോഷമുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഇപ്പോൾ എനിക്കിതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെ എഡിറ്റിംഗ്, തംബ്നെയിൽ എല്ലാം തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി അത്രത്തോളം ടൈം എടുത്ത് എഫേർട്ട് എടുത്ത് ചെയ്യുന്നത് കാണാനും ആക്റ്റീവായിരിക്കാനും സന്തോഷമുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ എനിക്ക് നിങ്ങളോടുകൂടി ഒന്ന് പറയാനുള്ളത്, ആരെങ്കിലും ഇത് വീട്ടിലിപ്പോൾ വെറുതെ ഇനാക്റ്റീവായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം നിങ്ങൾക്ക് എന്തിലാണോ പാഷനുള്ളത് അതുകൊണ്ടുള്ള നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് കൂടുതൽ മാനസികമായിട്ടായിരിക്കും. നിങ്ങൾ എത്രത്തോളം അത് ഹാപ്പിയാവും. നമ്മൾ ഇനാക്റ്റീവ് ആയിരിക്കുന്നതിനപ്പുറം നമ്മൾ കുറച്ച് കാര്യങ്ങളിൽ ആക്റ്റീവായിരിക്കുമ്പോൾ അത് എത്രത്തോളം നമ്മൾ ആക്റ്റീവ് ആക്കുമെന്നും ഹാപ്പി ആകുമെന്നും നമ്മളിൽ നിന്ന് ബാക്കിയുള്ളവർ എത്രത്തോളം അത് ബെനിഫിറ്റ് ചെയ്യുന്നു നമുക്കറിയുമ്പോഴുണ്ടാകുന്നൊരു സന്തോഷം അത് വലുത് തന്നെയാണ്. ഈ അധ്യാപക ദിനത്തിൽ അമ്മയ്ക്ക് കുട്ടികളോട് എന്താണ് അമ്മയ്ക്കൊരു ഉപദേശമായിട്ട് കൊടുക്കാനുള്ളത്? കുട്ടികളോട് ഉപദേശിക്കേണ്ട കാലം കഴിഞ്ഞു. കുട്ടികൾക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഉപദേശം എന്നുള്ളത്.
എനിക്കൊരു അഭിപ്രായമാണ് പറയാനുള്ളത്. മക്കള് വളരെ നല്ല മൂല്യങ്ങൾ വളർത്തിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം വേണ്ടത് സന്തോഷപ്രദമായ ഒരു ജീവിതമാണ്. ഇന്നത്തെ സന്തോഷം മാത്രമല്ല, ഭാവിയിൽ നമ്മളെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്നുള്ളത്. ആ ജീവിതത്തിൻ്റെ അടിസ്ഥാനം സന്തോഷമായിരിക്കെ നമ്മൾ ഇപ്പോഴത്തെ സന്തോഷത്തിന് പിന്നാലെ പാഞ്ഞു പോകുമ്പോൾ, ഉദാഹരണമായിട്ട് നമ്മൾ മൊബൈൽ കൂടുതൽ കാണുക, അതുപോലെ ടെക്നോളജി കൂടുതൽ നേരം അതിന് അഡിക്റ്റായ രീതിയിൽ ഉപയോഗിക്കുക, കൂടാതെ ലഹരിക്ക് അടിമപ്പെടുക, അതുപോലെ മൂല്യക്ഷയങ്ങൾ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അത് നമുക്ക് ഇപ്പോൾ സന്തോഷം തരുന്നുണ്ടെങ്കിലും ഭാവിയിൽ നമുക്കത് ദോഷം ചെയ്യും. കുടുംബത്തെയും സമൂഹത്തെയും സന്തോഷിപ്പിച്ച് നിർത്തുക എന്നുള്ളത് ഏതൊരു പൗരൻ്റെയും കടമയാണ്. അതുകൊണ്ട് നിങ്ങൾ മക്കളോട് പറയാനുള്ളത്, നമുക്കത് ഉപേക്ഷിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ അടിസ്ഥാനപരമായി നമ്മുടെ ആദ്യത്തെ ഡ്യൂട്ടി എന്നുള്ളത് നമ്മൾ മകൻ അല്ലെങ്കിൽ മകൾ എന്ന രീതിയിലുള്ള ആ ഒരു കാഴ്ചപ്പാടും കൂടാതെ സ്റ്റുഡൻ്റ് എന്ന രീതിയിലുള്ള കാഴ്ചപ്പാടുമാണ്. അപ്പോൾ ഈ രണ്ട് കാഴ്ചപ്പാടിലും കൂടി നോക്കി സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ നിങ്ങളുടെ പഠിത്തത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് തന്നെ ചെയ്യുക, നാളേക്ക് എന്ന് നീട്ടിവെക്കാതെ നാളെ നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും. അതുകൊണ്ട് ഇന്ന് ചെയ്യേണ്ട പ്രവർത്തനം ഇന്ന് തന്നെ നിങ്ങൾ ചെയ്യൂ. അങ്ങനെയാണ് എനിക്ക് എൻ്റെ അഭിപ്രായം കേട്ടോ. നിങ്ങളോടുള്ള ഒരു ഉപദേശം എന്നുള്ളതല്ല, നമ്മൾ അഭിപ്രായമാണ്. നമുക്കപ്പോൾ തീർച്ചയായും ഒരു പഠനത്തെയും നമ്മൾ പേടിക്കേണ്ടതായ ഒരാവശ്യമില്ല. നമ്മൾ സന്തോഷത്തോടെ ആ പഠനം നടത്തുമ്പോൾ മാത്രമാണ് നമുക്ക് അറിവ് നമ്മളിലേക്ക് വന്നു ചേരുന്നത്. നമ്മളത് പേടിയോടെയും ആർക്കോ വേണ്ടിയും നമ്മളൊരു പഠനത്തെ കാണാൻ പാടില്ല കേട്ടോ. അങ്ങനെയാണ് നമ്മൾ പഠനത്തിനോട് സമീപിക്കേണ്ടത്. പഠനം മാത്രമല്ല, വീട്ടിലും മറ്റ് കാര്യങ്ങളിലും ഒക്കെയുള്ള ഇടപെടലുകളും നമ്മൾ ആ സന്തോഷത്തോടു കൂടി തന്നെ ചെയ്യണം എന്നുള്ളതാണ്. എന്നെ പോലുള്ളവർ, എൻ്റെ കുറേ ക്ലാസ്മേറ്റ്സ് എല്ലാവരും ഇപ്പോൾ ടീച്ചേഴ്സാണ്. അപ്പോൾ അതേപോലെയുള്ള ഈ പുതിയ തലമുറയിലെ അധ്യാപകരോട് അമ്മയ്ക്ക് എന്താണ് ഇപ്പോൾ കൊടുക്കാനുള്ള ഒരു ഉപദേശവും നിർദ്ദേശവും എന്താണത്? അവരോടും എനിക്ക് ഒരു അഭിപ്രായം മാത്രമാണ് പറയാനുള്ളത്. നമുക്ക് അധ്യാപക ജോലി എന്നുള്ളത് ഏറ്റവും പവിത്രമായ ഒരു ജോലിയാണ്. കുട്ടികൾ നമ്മെ കണ്ടാണ് വളരുന്നത്. നമ്മൾ അവർക്ക് മോഡലായിട്ട് മാറണം. കുട്ടികൾക്ക് മോഡലാവുക എന്നുള്ളതാണ് അധ്യാപകൻ്റെ കർത്തവ്യം. വെറുതെ ക്ലാസ് റൂമിൽ നിന്ന് ഉള്ള പഠനം മാത്രമല്ലാതെ അവരുടെ എല്ലാ പ്രവൃത്തികളിലും നമ്മുടെ ഇടപെടൽ, നമ്മുടെ മെൻറ്റർഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറണം. അത് എത്രത്തോളം ഇന്നത്തെ സ്കൂൾ അന്തരീക്ഷത്തിൽ, അതായത് ഒരു ചട്ടക്കൂടിനുള്ളിലുള്ള പഠന പ്രവർത്തനത്തിനിടയിൽ അധ്യാപകർക്ക് കുറേയേറെ പരിമിതികളുണ്ട് എന്നറിയാം. ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ ഇത്ര പാഠഭാഗങ്ങൾ തീർക്കണം, കൂടാതെ മറ്റനേകം പ്രവർത്തനങ്ങൾ അതിൻ്റെ കൂടെയുണ്ട്. പല രീതിയിലുള്ള കുട്ടികളാണ് നമ്മുടെ മുന്നിൽ വന്നു ചേരുന്നത്. ഇത്തരം അനവധി പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആത്മാർത്ഥമായി അതിൽ ഒരു സമീപനം ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് പുതുതായി വന്ന കുട്ടികൾ തീർച്ചയായും നല്ല ഉഷാറോടുകൂടി ഏറ്റവും ഊർജ്ജസ്വലമായി, ഞാനൊക്കെ ഒരു 5 മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് കുട്ടികളെ പഠിപ്പിച്ചിരുന്നത്. വളരെയധികം 2.5 മണിക്കൂർ അങ്ങോട്ടും 2.5 മണിക്കൂർ ഇങ്ങോട്ടും യാത്ര ചെയ്ത് എത്തിയിട്ട് പോലും കുട്ടികൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ നമുക്ക് സാധിച്ചിരുന്നു. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ കുറച്ച്, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, പക്ഷേ കുറച്ചുകൂടി ആക്റ്റീവ് ആവണം, കുറച്ചുകൂടി ജോലിയിൽ, ആ ജോലി എന്നുള്ളത് നമുക്ക് നമ്മുടെ കുടുംബം കഴിയുന്നതിനുള്ള ഒരു വരുമാന മാർഗം കൂടിയാണ്. അപ്പോൾ നമ്മൾ അവരിൽ നിന്നാണ്, കുട്ടികളുടെ ആ വരുമാനത്തിൽ നിന്നാണ് നമ്മുടെ കുടുംബം കഴിയുന്നത് എന്ന ധാരണയോടുകൂടി അവർക്ക് വേണ്ടി നമ്മുടെ സമയം കുറേയധികം ഉപയോഗിക്കണം എന്നുള്ളതാണ്. കൂടുതൽ അവരുടെ സ്വഭാവവും അവരുടെ പഠന രീതിയും അവരുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഒരു മെൻറ്റർഷിപ്പ് ഉണ്ടാക്കണം എന്നുള്ളതാണ്. കുറേയധികം അധ്യാപകർ അങ്ങനെ താല്പര്യമുള്ളവർ തന്നെയാണ്. അങ്ങനെ ആരെങ്കിലും ഇല്ലെങ്കിൽ അവരുകൂടി അതിലേക്ക് വരണം എന്നുള്ളതാണ്. ആത്മാർത്ഥമായി കുട്ടികൾക്ക് വേണ്ടി പരിശ്രമിക്കണം. അപ്പോൾ നമ്മൾ കുട്ടികളെ നന്നായി സ്നേഹിച്ചാൽ അവർ നമ്മുടെ കൂടെ ഉണ്ടാകും, നാം പറയുന്നത് അനുസരിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ അധ്യാപക ദിനത്തിൽ എൻ്റെ മാതാപിതാക്കൾ അടക്കമുള്ള എല്ലാ അധ്യാപകരെയും ഒരിക്കൽ കൂടി വന്ദിച്ചുകൊണ്ട് എല്ലാ അധ്യാപകർക്കും സ്നേഹം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ ഒരു വർഷം ആശംസിക്കുന്നു.